നമസ്കാരം. എല്ലാ ഭക്തർക്കും വേണ്ടി കണ്ണൻ്റെ ഒരു ഉപദേശമാണ് ഇന്ന് പറയാൻ പോകുന്നത്. വൃന്ദാവനത്തിലെ നിശബ്ദമായ ഒരു സന്ധ്യ. ആ നിശബ്ദതയിൽ പെട്ടെന്ന് ഒരു സ്വരം, മൃദുവായെങ്കിലും ഹൃദയം കവർന്നെടുക്കുന്നൊരു സംഗീതം, ഒരു ഓടക്കുഴൽ നാദം. അത് ആരുടേതാണെന്ന് ചോദിക്കേണ്ടതില്ലല്ലോ, കണ്ണൻ്റെ വേണുനാദം. ആ സ്വരം കേട്ടപ്പോൾ ഗോപികമാരുടെ ഹൃദയം താളം തെറ്റി. അടുക്കള ജോലികളിലായിരുന്ന ഒരു ഗോപികയുടെ കയ്യിൽ നിന്ന് പാത്രം നിലത്തു വീണു. മറ്റൊരാളുടെ അടുപ്പിൽ തീ കെട്ടിട്ടും അതറിയാതെ അവൾ ആ സ്വരത്തിൽ ലയിച്ചു. ഇനിയൊരാൾ കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയത് മറന്ന് പുറത്തേക്കോടി. ലോകം അവിടെ തന്നെ ചലിക്കാതെ നിൽക്കും പോലെ അവരുടെയെല്ലാം മനസ്സ് ഒരിടത്തേക്കാണ് ഓടിയത്, കൃഷ്ണനിലേക്ക്. വൃന്ദാവനത്തിൻ്റെ നടുവിൽ ചന്ദ്രപ്രകാശത്തിൽ നിൽക്കുന്ന കൃഷ്ണൻ്റെ ദിവ്യരൂപം, അധരത്തിൽ വേണു പൊഴിക്കുന്ന മനോഹരനാദം, കണ്ണുകളിൽ കരുണ. ഗോപികമാർ ചുറ്റിനും കൂടിയപ്പോൾ കണ്ണൻ വേണുനാദം നിർത്തി കണ്ണു തുറന്നു. "എന്തിനു നിങ്ങൾ വന്നത്?" അവൻ ചോദിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, "നീ വിളിച്ചു, അതുകൊണ്ട് ഞങ്ങൾ വന്നു." കണ്ണൻ ഒരു നിമിഷം നിശബ്ദനായി. അതിനുശേഷം ചെറുചിരിയോടെ ചോദിച്ചു, "വീടുകളില്ലേ നിങ്ങൾക്ക്? ബന്ധങ്ങളില്ലേ? ധർമ്മമില്ലേ?" ഗോപികമാർ തലകുനിച്ചു. ഒരാൾ കണ്ണു നിറഞ്ഞ് പറഞ്ഞു, "അവയെല്ലാം ഉണ്ട്, പക്ഷേ അവയൊന്നും ഞങ്ങളുടെ ഹൃദയം കവർന്നില്ല കണ്ണാ. നീ മാത്രമാണ് കവർന്നത്." അവരുടെ വാക്കുകൾ കേട്ട് കണ്ണൻ വാത്സല്യത്തോടെ പറഞ്ഞു, "എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് ഒന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കണം. ഞാൻ മുന്നിൽ നിൽക്കുമ്പോൾ മാത്രം എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥ സ്നേഹം അല്ല." അവർക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും കൃഷ്ണൻ അപ്രത്യക്ഷനായി. ഗോപികമാരുടെ മനസ്സ് തകർന്നു. കാടിൻ്റെ ഓരോ വഴിയിലും അവർ ഓടി. കാറ്റിനോടും മരങ്ങളോടും ചോദിച്ചു, "കണ്ണനെ കണ്ടോ? കൃഷ്ണ, കണ്ണാ" എന്നുള്ള വിളികൾ മാത്രം എവിടെയും. അവരുടെ കരച്ചിലിനിടയിൽ ഒരു അശരീരി മുഴങ്ങി. കണ്ണൻ്റെ ശബ്ദം, "ഞാൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല. നിങ്ങൾ എന്നെ പുറത്താണ് തേടുന്നത്. അതാണ് കുഴപ്പം. ഞാൻ ദൂരെയല്ല, നിങ്ങളുടെ ഉള്ളിലാണ്." കണ്ണൻ്റെ ഈ ഉപദേശം എല്ലാ ഭക്തരോടുമാണ്. ശ്രീകൃഷ്ണൻ നമ്മളോട് പറയുകയാണ്, സ്നേഹം എന്നത് പിടിച്ചുപറിക്കൽ അല്ല, വിട്ടുകൊടുക്കലാണ്. ഈശ്വരനെ പുറത്തു തേടരുത്, നിന്റെ ഹൃദയത്തിൽ കണ്ടെത്തൂ. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തി. ഈ കഥ വായിച്ചു തീർന്നിട്ട് ഹൃദയത്തിൽ കണ്ണനെ കുടിയിരുത്തി ഒന്ന് നിശബ്ദമായി പ്രാർത്ഥിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വേണുനാദം കേൾക്കാം. ഹരേ കൃഷ്ണ. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഹരേ കൃഷ്ണ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം.